അപ്പം കൂട്ടുകാരെ, ഞാനിത് ചൂടാറുന്നതിന് വേണ്ടി പേപ്പറിലേക്ക് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നാളെ പിടി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. പിടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് പറയാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു പുട്ടിൻ്റെ പരുവത്തിലുള്ള അരിപ്പൊടി, പിന്നെ തേങ്ങ, 3 തേങ്ങ ചിരണ്ടിയത്, പിന്നെന്തുവാ ജീരകം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും സാധനം മതി നമുക്ക്. അവലോസ് പൊടിൻ്റെ പരിപാടിയാണ്. ഏകദേശം നല്ലതായിട്ട് ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. അറിയത്തില്ല, എനിക്ക് പിടി ഉണ്ടാക്കാനുള്ള പരിപാടിയായി സൺഡേ. അതിനുവേണ്ടി ഇവിടെ ഒന്നും അവലോസ് പൊടി വാങ്ങാൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിടി ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം. ശരിക്കല്ലെങ്കിൽ അത് പൊട്ടും. നമ്മുടെ തിളച്ച ചൂടുവെള്ളത്തിൽ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ് തിളച്ച വെള്ളത്തിൽ തന്നെ കുഴയ്ക്കണം. ആ കുഴയ്ക്കുമ്പം നല്ലതായിട്ട് പൊടി കൃത്യമായിട്ട് അവലോസ് പൊടി ആണെങ്കിൽ മാത്രമേ പിടിക്ക് കുഴച്ചത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെ പൊട്ടിപ്പോയാൽ ശരിയാകത്തില്ല. അപ്പം നല്ല ടേസ്റ്റാണ് പിടി ഇറച്ചി. അത് അങ്കമാലി പിടി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതയാണ്. ഒരുപാട് സമയം എടുത്ത്, ഇപ്പോൾ ഒരു 3 മണിക്കൂറാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കാതിരുന്നിട്ട്. ഇപ്പോഴാണ് അത് അരിയെല്ലാം പൊടിച്ച് ഇവിടെ തന്നെ ഞാൻ പൊടിച്ചെടുത്ത് അതിൻ്റെ തേങ്ങയെല്ലാം ചിരണ്ടി. നല്ല സമയം എടുക്കുമല്ലോ ഇങ്ങനത്തെ പ്രോസസ്സിങ്ങിന്. അപ്പോൾ അങ്ങനെ നല്ലൊരു ടാസ്ക്കാണ് ഇന്ന് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം റിസൾട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം സൺഡേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു പുട്ടിൻ്റെ പരുവത്തിലുള്ള അരിപ്പൊടി, പിന്നെ തേങ്ങ, 3 തേങ്ങ ചിരണ്ടിയത്, പിന്നെന്തുവാ ജീരകം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും സാധനം മതി നമുക്ക്. അവലോസ് പൊടിൻ്റെ പരിപാടിയാണ്. ഏകദേശം നല്ലതായിട്ട് ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. അറിയത്തില്ല, എനിക്ക് പിടി ഉണ്ടാക്കാനുള്ള പരിപാടിയായി സൺഡേ. അതിനുവേണ്ടി ഇവിടെ ഒന്നും അവലോസ് പൊടി വാങ്ങാൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിടി ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം. ശരിക്കല്ലെങ്കിൽ അത് പൊട്ടും. നമ്മുടെ തിളച്ച ചൂടുവെള്ളത്തിൽ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ് തിളച്ച വെള്ളത്തിൽ തന്നെ കുഴയ്ക്കണം. ആ കുഴയ്ക്കുമ്പം നല്ലതായിട്ട് പൊടി കൃത്യമായിട്ട് അവലോസ് പൊടി ആണെങ്കിൽ മാത്രമേ പിടിക്ക് കുഴച്ചത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെ പൊട്ടിപ്പോയാൽ ശരിയാകത്തില്ല. അപ്പം നല്ല ടേസ്റ്റാണ് പിടി ഇറച്ചി. അത് അങ്കമാലി പിടി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതയാണ്. ഒരുപാട് സമയം എടുത്ത്, ഇപ്പോൾ ഒരു 3 മണിക്കൂറാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കാതിരുന്നിട്ട്. ഇപ്പോഴാണ് അത് അരിയെല്ലാം പൊടിച്ച് ഇവിടെ തന്നെ ഞാൻ പൊടിച്ചെടുത്ത് അതിൻ്റെ തേങ്ങയെല്ലാം ചിരണ്ടി